നമസ്കാരം. സ്റ്റാർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു യാത്രാ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മുതുകോരമലയിലേക്കാണ്. പൂഞ്ഞാറ് കൈപ്പള്ളിയിലുള്ള മുതുകോരമല, കോട്ടയത്തിൻ്റെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന മുതുകോരമലയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. പോവാം. ഓ, എന്നാ തണുപ്പാ വെള്ളത്തിന്. കയ്യിലൂടെ വെള്ളം വീഴുമ്പോൾ കണ്ടോ, മരയ്ക്കുന്ന തണുപ്പാണ്. വഴിയില്ല, വഴി ഉണ്ടാക്കുകയാണ്. ഈ പോതപ്പുല്ല് പോലത്തെ പുല്ലാണ്. ഇതുകൊണ്ട് ഇതിനടിയിൽ കല്ലാണോ കുഴിയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമ്മളിത് ആ മുതുകോരമലയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുതുകോരമലയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നേരെ ഇങ്ങനെ പരവര വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ പാലായിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇതായിപ്പോൾ ഭരണങ്ങാനത്ത് എത്തിയിട്ടേ ഉള്ളൂ. അതിരാവിലെയുള്ള യാത്രകൾ ഒരു പ്രത്യേക വൈബാണ്. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് വഴിയിലെ കാഴ്ചകൾ, ഓരോ ആൾക്കാർ ഓരോ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ഒരു ഭയങ്കര വൈബാണ്. അങ്ങനെ നമ്മളിതാ ഈരാറ്റുപേട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് വേണമെങ്കിൽ നമുക്ക് വാഗമണ്ണ് പോകാം, മാർമല അരുവി പോകാം, പല സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് പൂഞ്ഞാറിനാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോയിട്ട് നമുക്ക് വാഗമണ്ണ് പോകാം. അപ്പോൾ നമ്മൾ നേരെ പൂഞ്ഞാറിനാണ് പോകാൻ പോകുന്നത്. പൂഞ്ഞാറ് ചെന്നിട്ട് കൈപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ മുതുകോരമലയിലേക്കുള്ള യാത്രയിൽ പോകുന്നത്. ഒരു KSRTC ഇതാ മുന്നേ പോകുന്നുണ്ട്. മുണ്ടക്കയം എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പനച്ചിപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പൂഞ്ഞാറിനാണ് പോകുന്നത്. നമ്മൾ പൂഞ്ഞാർ ടൗണിലെത്തി. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കൈപ്പള്ളിക്കുള്ള വഴിയിലൂടെയാണ് പോകാൻ പോകുന്നത്. കൈപ്പള്ളി ചെന്നിട്ട് തിരിഞ്ഞു വേണം പോകാനായിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു വേണം പോകാനായിട്ട്. നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുന്നോന്നിക്കാണ് പോകുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ കൈപ്പള്ളിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിരാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിവിടുന്ന് അപ്പവും മുട്ടക്കറിയും വാങ്ങിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെക്കിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. 2 കിലോമീറ്ററോളം നടന്ന് കയറാനുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമുക്ക് വിശക്കും. അപ്പോൾ മുതുകോരമല ട്രെക്കിങ്ങിന് പോകുന്നവരെ ശ്രദ്ധിക്കുക, നിങ്ങളെപ്പോഴും ഭക്ഷണവും വെള്ളവും കൂടെ കരുതാനായിട്ട് ശ്രമിക്കുക. നല്ല സ്ഥലമല്ലേ, എന്താ ഭംഗിയാ. അതിരാവിലെയുള്ള സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച, ആകാശം നിൽക്കുന്നുണ്ട്, എന്താ രസമെന്ന് നോക്കി. അപ്പോൾ നമ്മൾ മുതുകോരമലയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ കൈപ്പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 2 വഴിയുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കൈപ്പള്ളി പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു വഴി കൂടിയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചിലപ്പോൾ ആ റോഡ് ശ്രദ്ധയപ്പെടണമെന്നുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ഈ വഴി കൂടെയാണ് നമുക്കിപ്പോൾ കയറി പോകാനുള്ളത്. അപ്പോൾ കൈപ്പള്ളി പള്ളിക്ക് തൊട്ട് മുമ്പായിട്ടാണ് ആ ടേണിങ്, വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്. അവിടെ ഇടതുവശത്ത് വരെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്, 2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വഴിയും കൂടെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പോകാം. പക്ഷേ നമുക്കിപ്പോൾ വഴി അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വഴി. അപ്പോൾ നമ്മൾ കൈപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ട്, ഇവിടുന്ന് ഒരു വഴി താഴോട്ടുണ്ട്. അതെന്തോ വീട്ടിലുള്ള വഴിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതുണ്ട്, ഈ വഴിയുണ്ടോ, അപ്പോൾ മുകളിലോട്ട് കിടക്കുന്ന വഴി, ഇതാണ് നമുക്ക് പോകേണ്ട വഴി. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ മറവിലാണ് ആ ബോർഡ് ഇരിക്കുന്നത്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്നുണ്ട്, അവിടെയാണ്, ആ കാണുന്നതാണ് കൈപ്പള്ളി പള്ളി. അപ്പോൾ ആ പള്ളിയുടെ തൊട്ട് മുമ്പായിട്ട്, പള്ളി ഓർത്താൽ മതി, പള്ളിയുടെ തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് പോകാനുള്ളത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മുതുകോരമല 2 കിലോമീറ്റർ. അപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ മുതുകോരമലയിൽ ചെല്ലും. അപ്പം നമ്മളിതാ ഈ വഴിയിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് മുതുകോരമലയിലേക്കുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങുവാണ്. ചെറിയ വഴിയാണ്, കാറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി പോകും, എന്നാലും കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. അതുകൊണ്ട് ഇതിലൂടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ വന്നാൽ നല്ല വെള്ളമൊഴുക്ക് ഉണ്ടാകുമായിരിക്കും അതിലൂടെ. 2 സൈഡും റബ്ബർ തോട്ടങ്ങളാണ്, വേറെ കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. കോൺക്രീറ്റിങ് കുറച്ച് ഭാഗം കഴിയുമ്പോഴേക്കും തീർന്നു. റോഡ് മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ്. മഴക്കാലമായിരുന്നല്ലോ, അപ്പം വെള്ളം ഒഴുകി മൊത്തം കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്.
നമ്മളിപ്പോൾ വണ്ടി കുറച്ച് താഴെ വെച്ചിട്ട് നടന്നു പോകണം. കയറി വന്ന സമയത്ത് നിങ്ങൾ കണ്ടാണല്ലോ, വഴി ഭയങ്കര മോശമായിരുന്നു. ബൈക്കിനാണെങ്കിലും കയറി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ കുറച്ച് താഴെ വെച്ചിട്ട് നടന്ന് കയറി പോകുന്നതാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഭാഗത്തുണ്ടോ, കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഉണ്ട് വീണ്ടും മുകളിലേക്ക്. കുറച്ച് കഷ്ടപ്പെട്ട് കയറ്റിക്കൊണ്ട് വന്നായിരുന്നാലും ഇവിടുന്ന് ഓടി പോകാമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, രാവിലെ കുറച്ച് നടക്കാം. ആ കയറ്റം കയറിയപ്പോഴത്തേക്കും കതച്ച്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇനികൊണ്ട് കുറച്ചുകൂടെ കുറേ കൂടെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് മുതുകുര മലയുടെ മുകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നടക്കാം. ആ സ്കൈ ഉണ്ടോ, എന്താ ഭംഗിയെന്ന് നോക്കി. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം തട്ടി ഇങ്ങനെ സ്കൈ, ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നതാണ്. എന്താ ഭംഗിയെന്ന്. ഇതൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ടല്ലേ സ്കൈ കാണാനായിട്ട്. വീണ്ടും മുകളിലേക്ക് എത്തിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, അണ്ണനും ഉണ്ട്. നടപ്പെന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടി അല്ല കേട്ടോ, ശരിക്കും നന്നായിട്ട് മടുക്കുവേ. അപ്പോൾ വേണമെങ്കിൽ ഇതിലൂടെ ബൈക്ക് കയറ്റിക്കൊണ്ട് വരാം. ടാറിങ് ഇല്ലാത്ത, കോൺക്രീറ്റിങ് ഇല്ലാത്ത കുറച്ച് ഭാഗം ഒന്ന് ബുദ്ധിമുട്ടി കയറ്റിക്കൊണ്ട് വന്നാൽ അത് കഴിയുമ്പോൾ കോൺക്രീറ്റിങ് കൊണ്ട് ഇതുപോലെ കഥക്കേണ്ട കാര്യമില്ല, ബൈക്ക് കയറ്റിക്കൊണ്ട് വരാം. അമ്മേ, പക്ഷേ ഇതിവിടെ കൊണ്ട് കോൺക്രീറ്റിങ് തീർന്നു. എന്നാലും കുഴപ്പമില്ല, ഇവിടെ വരെ ബൈക്ക് കയറ്റിക്കൊണ്ട് വരാം. ഇവിടെ ടേക്ക് എ ബ്രേക്ക് ഉണ്ടോ, ടേക്ക് എ ബ്രേക്ക് പണിയുണ്ട് കേട്ടോ. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് കോൺക്രീറ്റിങ് ഇവിടെ കൊണ്ട് തീർന്നു. അതിരാവിലെയുള്ള ഈ കാഴ്ച കാണാൻ എന്താ ഭംഗിയല്ലേ. ആകാശം മൊത്തം ഇങ്ങനെ മേഘങ്ങൾ ചെതറി കിടക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. ആ മേഘങ്ങളുണ്ടോ. അപ്പോൾ ഈ മുതുകുര മലയിലേക്കുള്ള ട്രെക്കിങ് തുടങ്ങുന്നത് തൊട്ട് എൻഡിലായിട്ട്, അതായത് കോൺക്രീറ്റിങ് റോഡ് തീരുന്നിടത്തൊരു ടേക്ക് എ ബ്രേക്ക് പണിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരെ വണ്ടി ബൈക്ക് കയറ്റിക്കൊണ്ട് വരാം. ഞങ്ങൾ വണ്ടി താഴെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇനി പുറകെ കാണുന്ന വഴിയുണ്ടോ, ഇതിലൂടെയാണ് കയറി പോകാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി അങ്ങോട്ട് വീണ്ടും ട്രെക്കിങ് തുടങ്ങുകയാണ്. ഇവിടുന്ന് എന്തായാലും കയറി പോകണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ 1 കിലോമീറ്റർ കാണുമായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ശരിക്കും ഈ വഴിക്കൂടെ താഴെ കൈപ്പള്ളിയിൽ നിന്ന് ജീപ്പുകൾ കയറി പോരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും ബൈക്ക് കൊണ്ട് ഈ വഴികൾ കയറി പോരുന്ന റിസ്ക്കാണ്. പക്ഷേ ജീപ്പ് കയറി പോരും. ജീപ്പ് കയറി പോകുന്ന പാടൊക്കെ ഉണ്ട് വഴിയിൽ. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ കൈപ്പള്ളിയിൽ എന്ന വണ്ടി കയറി പോരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഉണ്ടോ, വീൽപ്പാടുണ്ട്, വണ്ടി കയറിപ്പോയ പാടുകളാണ്. അപ്പോൾ താഴെ നിന്ന് ജീപ്പ് വിളിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മണ്ട വരെ ചെല്ലാം. വഴിയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. പണ്ട് ഇതിലോട്ട് ചെറിയൊരു നടപ്പുഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീതി കൂട്ടി മുകളിൽ വരെ വഴി വെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ടാറിങ് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അതുപോലെ വെള്ളമൊഴുക്കുള്ള സ്ഥലമല്ല, കോൺക്രീറ്റിങ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്തായാലും മുകളിലേക്ക് നടക്കാം. മഴക്കാലത്ത് ഇതിലോട്ട് വരുന്നതെന്ന് ആലോചിച്ച് നോക്കി, മൊത്തം ചെളി പിടിച്ചതുണ്ടോ, ആ വഴി കിടക്കുന്നുണ്ട്. വണ്ടി കയറി പോയതിൻ്റെയാണ്. മഴക്കാലത്ത് വണ്ടി ഓടി സത്യം പറഞ്ഞാൽ പേടിയാവും അല്ലേ. ജീപ്പ് ഓടിയ പാടുകളാണ് കണ്ടോ, മഴയത്ത് ചെളിയായിട്ട് കിടന്ന്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയാണ് പുറകെ കാണുന്നത്. അപ്പോൾ ഇവിടം കൊണ്ട് വഴി തീർന്നു. ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ മല കയറാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബൈക്കും കൊണ്ട് വരുന്നവർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ബൈക്ക് വേണമെങ്കിൽ കയറ്റി ഇവിടെ വരെ കൊണ്ടുവരാം. പക്ഷേ വഴി ഇടയ്ക്കെല്ലാം നന്നായിട്ട് പോയി കിടക്കണം. 1-2 സ്ഥലങ്ങളൊക്കെ കയറി പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം കയറി പോകാൻ എക്സ്പേർട്ടായിട്ടുള്ള, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ബൈക്ക് ഇവിടെ വരെ കയറ്റിക്കൊണ്ട് വന്നാൽ മലയുടെ ചുവട് വരെ നമുക്ക് വരാം. അപ്പോൾ ഇവിടെ മല തുടങ്ങുവാണ്. അതുകൊണ്ടോ എൻ്റെ പുറകെ കാണുന്ന കണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പോൾ പുറകിൽ ഇവിടെ ഒരു വഴിയുണ്ട്, അതിലൂടെ വേണം കയറി പോകാനായിട്ട്. അപ്പോൾ ഇനിയാണ് മോനെ ശരിക്കുള്ള ട്രെക്കിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നടക്കാനും കയറ്റം കയറാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ശക്കലം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല കയറ്റമാണ്. ഞങ്ങൾ താഴെ നിന്ന് കയറി വന്നപ്പോൾ തന്നെ കതച്ചു. അപ്പോൾ ഇനി ആ മുകളിലേക്ക് മലയിലേക്ക് കയറുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴും പേടിയാകുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ കയറാതിരിക്കുന്നില്ലല്ലോ, അപ്പം നമ്മൾ കയറും. അപ്പം നമ്മൾ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം റോഡ് ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ വരെ റോഡുള്ളൂ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബൈക്കിൽ വരുവാണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താൽ ഇവിടെ വരെ ബൈക്ക് കയറ്റിക്കൊണ്ട് വരാം. ഇനി അതല്ല അവിടെ നടന്നു വരുവാണെങ്കിലും ഓക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കയറി പോകാം, ട്രക്ക് ചെയ്ത് കയറി പോകണം. കയറി പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു വടി കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കമ്പ് കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒന്ന് നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ ഇത് കുത്തി കയറി പോകാൻ നമുക്കൊരു ബലം കൊടുത്ത് കയറി പോകാനും മുന്നിൽ ഈ പുല്ലുകളും ഒക്കെയാണല്ലോ, വഴിയൊന്നും കൃത്യമായിട്ട് പ്രോപ്പർ വഴിയല്ല. അപ്പോൾ നമ്മൾ വഴി തെളിച്ച് എന്തെങ്കിലും ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ വല്ല കാട്ടുപന്നിയോ മുള്ളമ്പന്നിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഓടിക്കാനാണെങ്കിലും വഴി തെളിച്ച് പോകാനാണെങ്കിലും കുത്തിപ്പിടിച്ച് കയറി പോകാനാണെങ്കിലും ഇതുപോലെ ഒരു കമ്പ് കയ്യിലുള്ളത് നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കമ്പ് കിടപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഇവിടെ കിടന്ന് കണ്ടുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്നാലും ഇത് കുത്തി പോവാം. അപ്പോൾ ഇനിയാണ് ശരിക്കുള്ള കാട്ടിക്കൂടെയുള്ള വഴി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വഴി. അപ്പോൾ നമ്മൾ വഴി ഉണ്ടാക്കി വേണം പോകാനായിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ വരവ് കുറവാണെന്നാണ് തോന്നുന്നത്. ഉണ്ട് ഇതിലൂടെ മൊത്തം പള്ളയാണ്. അപ്പം നമ്മൾ വഴിയൊക്കെ ഉണ്ടാക്കി വേണം മുകളിലേക്ക് കയറി പോകാനായിട്ട്. ചെറിയ വഴി കിടപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ വഴി ഒരു ഒരാൾ പൊക്കമൊക്കെ പുല്ലുണ്ട്, പുല്ല്. അപ്പം വരുമ്പോൾ ഈ 3/4 ഒക്കെ ഇട്ട് വരാതിരിക്കുക, കട്ടിയുള്ള ജീൻസൊക്കെ ഇട്ടുകൊണ്ട് വരിക, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ മുറിഞ്ഞ്. പറഞ്ഞ കാര്യമാണ് കേട്ടോ. 3/4 അല്ലെങ്കിൽ ബെർമൂഡൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഇതിലൂടെ കയറി പോയിട്ടുണ്ടെങ്കിൽ വൻ സീനായിരിക്കും. കാലും മുറിയും മൊത്തം ഈ പോതപ്പുല്ലും ഊർപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാലും മുറിയും. അപ്പോൾ നല്ല കട്ടിയുള്ള ജീൻസൊക്കെ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. എന്തു പറ്റും മോനെ? നമ്മളെ കയറിപ്പോകുന്നു, പിന്നെയും കയറിപ്പോകും. ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഇറങ്ങി വരുമ്പോഴാണ്. കാലിൻ്റെ മസിൽ പിടിച്ച് അത് ശരിയാ. കയറിപ്പോകുന്നതല്ല, ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മഴക്കാലത്ത് ഇവിടെ കയറി പോകുന്ന ആലോചിച്ച് നോക്കി. ശരിക്കും ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ വരുന്നതാണ് നല്ലത്. തന്നെയല്ലേ അതിൻ്റെ ഒരു വൈബ് കിട്ടുന്നതാ. ഒരു മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഉണങ്ങിയ കാലാവസ്ഥയാണ്, ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. മഴ വലിയ മഴയില്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ മുകളിൽ കയറി കഴിയുമ്പോൾ ചുറ്റും മഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ഫീല്, അതൊരു വെറൈറ്റി ഫീലായിരിക്കും. അത് വെറൈറ്റി ഫീലായിരിക്കും, പക്ഷെ കയറിപ്പോക്ക് അത്ര ഈസി ആയിരിക്കുമല്ലോ. വഴി എന്ന് പറഞ്ഞൊരു സാധനമില്ല. നമ്മളെക്കായാലും പൊക്കത്തിലാണ് മൊത്തം ഈ ചെടികളും പുല്ലും എല്ലാം കൂടെ വളർന്നു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ വഴി ഉണ്ടാക്കി, ഇതിനിടയ്ക്ക് അടിയിൽ വഴി ഉണ്ട്, പക്ഷേ നമുക്ക് കാണത്തില്ല. ഈ പുല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വഴി എന്ന് പറയുന്നത് കാണാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോഴും ഒരു കമ്പ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. വീഴാനെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ആ പുല്ലെ പിടിച്ചാൽ ചിലപ്പോൾ കൈ മുറിയാനും സാധ്യതയുണ്ട്. കൈ മുറിയുന്ന ടൈപ്പ് പോതപ്പുല്ലാണോ എന്ന് എനിക്കറിയത്തില്ല. മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നു.
ഇതിലൂടെയുള്ള യാത്രയ്ക്കൊക്കെ ഇവിടെ പ്രോപ്പറായിട്ടൊരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തേരം നല്ലതായിരുന്നു അല്ലേ. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇപ്പം നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ഇതിലൂടെയാണ് കയറി പോകേണ്ടതെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ല. കാരണം വഴി കാണത്തില്ല അത് തന്നെ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജോസഫ് നേരത്തെ വന്നിട്ടുള്ള ആളായിരുന്നുകൊണ്ടും ഇതിലൂടെയാണ് പോകേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടുമാണ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. നോർവേ ഉണ്ടായിരുന്നു. ഇതൊരു വാട്ടർ ഹോളാണ്. ഇവിടെ ശരിക്കും ആൾക്കാർ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അതവിടെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്. ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇത് പണ്ട് ഞാനൊരു 2 വർഷം കൂടെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വെള്ളം കിട്ടുന്നതായിരുന്നു. ആൾക്കാർ കുപ്പിയെ കൊണ്ട് ഇട്ടേക്കുന്നുണ്ട്. നമ്മുടെ പൊതു സ്വഭാവമാണല്ലോ മലയാളികളൊരു കുപ്പി എറിയുക, എന്തെങ്കിലും വെള്ളം കൊണ്ട് നശിപ്പിക്കുക. ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. അത്ര തീരെയില്ല. ആ ഓസത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കഴിയാൻ നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ നടത്തിട്ട് പോവാം. അപ്പോൾ അവിടെ ഓസിനകത്തേക്ക് വെള്ളം കയറ്റി വിടുകയാണ്. മുകളിൽ നിന്ന് പാറയുടെ ഇടയ്ക്ക് നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഈ ഓസിനെ എടുത്തോട്ട് വിടുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം, മുഖം കഴുകുക. അപ്പോൾ ഒരാശ്വാസമല്ലേ. നല്ല എ സിക്കകത്ത് തണുപ്പ് തണുപ്പ് കലക്കൽ അങ്ങ് പോട്ടെ. എന്നാ തണുപ്പാ വെള്ളത്തിന്. കയ്യിലോട്ട് വെള്ളം വീഴുമ്പോൾ കണ്ടോ മരയ്ക്കുന്ന തണുപ്പാണ്. ശരിക്കും ഒന്ന് മുഖം കഴുകുക. ശരിക്കും ഉണ്ടല്ലോ ഒരു കാടിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്ന ഫീലാണ്. ഉണ്ട് ചുറ്റിനും മരങ്ങൾ, കാട്ടിൽ കയറുന്ന അതേ ഫീല് തന്നെയാണ്. കാട് തന്നെയാണല്ലേ. ഇതിനകത്തെല്ലാം മൃഗങ്ങളും കാണും ഇവിടെ. ഇങ്ങോട്ടോ ഇതേക്കൂടെ എങ്ങനെ കയറി പോകും? അല്ല ഇതിനകത്ത് ശരിക്കും വല്ല മൃഗങ്ങളും വല്ലതും ഉണ്ടോ? ഇതിനകത്ത് മുള്ളംപന്നിയുണ്ട്, കാട്ടുപന്നിയുണ്ട്. കാട്ടുപന്നിയോ? പകലൊന്നും ഇറങ്ങത്തില്ല, നമ്മുടെ ശബ്ദം കേട്ടാൽ നിൽക്കുന്നില്ല വിട്ടു പോലും. ഹെൽമെറ്റ് വേണേൽ കൊണ്ടുപോകാല്ലേ? അത് നല്ലതായിരിക്കും. വെള്ളം ഇപ്പോൾ വീണ്ടും ഇപ്പോഴും വരുന്നുണ്ടോ വെള്ളം? അതുകൊണ്ട് ഇനി ആരെങ്കിലും കയറി വരുവാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്കെന്തായാലും യാത്ര തുടരാം. യാത്ര തുടരുന്നു. ഈ താഴേന്ന് കയറി വരുമ്പോൾ ഒരു റെസ്റ്റിംഗ് പോയിന്റാണ്. ഇവിടെ നമ്മുടെ കൈപ്പിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ പിള്ളേർ അവരുടെ ഒരു ചെറിയ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയായിരുന്നു കോവിഡ് കാലത്ത്. അതിനുശേഷം അത് പൊളിഞ്ഞു പോയല്ലേ മൊത്തം. അപ്പോൾ അത് കഴിഞ്ഞ് ആൾക്കാർ ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങോട്ട് ആൾ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയൊക്കെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടെന്ന് തോന്നുന്നു. ശരിക്കും നല്ലൊരു AC കാലാവസ്ഥയല്ലേ. ശരിക്കും താഴെ നിന്നുള്ള കയറ്റം കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ശകലം നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ട വെള്ളം ഉള്ള ഓലി അവിടെ തൊട്ട് താഴെയാണ്. അപ്പോൾ വേണ്ടി ഇവിടെ വന്നിരുന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് ബാക്കി കയറ്റം തുടരാം. എന്തായാലും ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീർത്ത് നശിച്ചുപോയി. എന്തായാലും ആരെങ്കിലും ഇനി ഉണ്ടാക്കിയിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താഴെയാണെങ്കിൽ പോലും റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്. നടുക്ക് കുറേ ഭാഗത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. എന്താ കാരണമെന്നറിയത്തില്ല. ചിലപ്പോൾ രാഷ്ട്രീയ തർക്കങ്ങൾ എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. അവിടെയൊക്കെ പ്രോപ്പറായിട്ട് ടാർ ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്താൽ വണ്ടി ഏറ്റവും മുകളിൽ വരെ എത്തും. പല സ്ഥലങ്ങളിൽ നിന്നും എന്തുമാത്രം ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് വരും. അങ്ങനെ യാത്രാ സൗകര്യം കൃത്യമായിട്ട് കയറിപ്പോകാനൊരു വഴിയൊക്കെ നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കൃത്യമായിട്ട് മുകളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളൊന്ന് മാർക്ക് ചെയ്ത് ഇതിലൂടെയാണ് കയറി പോകേണ്ടത് എന്നൊരു അടയാളം കൂടെ വെക്കുകയാണെങ്കിൽ വരുന്ന സഞ്ചാരികൾക്കൊക്കെ അത് എന്തുമാത്രം ഉപയോഗപ്രദമായിരിക്കും. എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൂടുതൽ വരാത്തതിൻ്റെ കാരണം തന്നെ അതായിരിക്കും. ഇങ്ങനെ ട്രെക്ക് ചെയ്ത് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, വഴി തെറ്റിപ്പോകാം. അപ്പോൾ ആ റോഡും ഒന്നും ബാക്കി കോൺക്രീറ്റ് ചെയ്യാനുള്ള കോൺക്രീറ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള വഴിയും കൃത്യമായിട്ട് ഒരു ദിശാസൂചികയൊക്കെ വെച്ച് എങ്ങോട്ട് ഏത് വഴി കൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ താഴെ നമ്മൾ ആ ഒരു ടേക്ക് എ ബ്രേക്ക് കണ്ടല്ലോ, അവിടെ ഒരു ഹെൽപ്പ് ലൈനോ അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററോ, എങ്ങനെയാണ് കയറി പോകേണ്ടത്, ഇതിലൂടെയാണ് കയറി പോകേണ്ടത്, എപ്പോൾ തിരിച്ചിറങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടൊരു സംവിധാനം കൂടെ അവിടെ തുടങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ കൂടെ തന്നെ മുകളിലേക്കുള്ള വഴി കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുകയും കൂടി ചെയ്താൽ വരുന്ന സഞ്ചാരികൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരും. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ തന്നെ ആ പ്രദേശത്തിൻ്റെ വികസനം ഭയങ്കരമായിട്ടുണ്ടാവും. വരുമാന സാധ്യതകൾ കൂടും. അങ്ങനെയൊക്കെയാണല്ലോ ഓരോ പ്രദേശത്തിൻ്റെ വികസനവും വരുമാനവും ഒക്കെ വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടുള്ള ആൾക്കാർ സഞ്ചാരികൾ വളരെ കുറവാണ് വരുന്നത്. അത് ഈ കയറി പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ആയിരിക്കും. കൂടുതൽ ആൾക്കാർ വരുമ്പോഴാണല്ലോ ഓരോ പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതും ഒക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഭാവിയിൽ അങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ഭാഗം കൂടെ മാത്രമേ അങ്ങോട്ട് പോകാനായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഇടപെടൽ തീരും. ഒന്നാമത് വഴിയില്ല. വഴി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വേണം വരാനായിട്ട്. മൊത്തം ഇതുണ്ട്. ഈ ബാക്കി കണ്ടു കൂട്ട് പുല്ലുകളും പാറകളുമാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ ഇതിന് കൂടെ മഞ്ഞും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പറയാനുണ്ടല്ലോ. ഇന്നാൾ 2 മാസം മുമ്പ് വാർത്ത കണ്ടായിരുന്നു. മുതുവരമല കയറിയ കുറച്ച് ആൾക്കാർക്ക് വഴി തെറ്റിപ്പോയി. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് അവരെ ഇറക്കിക്കൊണ്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് മഞ്ഞും കൂടെ വന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ പറയാനുള്ളൂ. ഇപ്പം മഞ്ഞൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് കയറി വന്നിട്ട് ഇത്രയും രാവിലെ ആയിട്ട് പോലും വഴി കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വഴിയില്ല. നമ്മൾ മുന്നിലുള്ള വഴി ഇപ്പം ജോസഫ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്, അവൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് ഇന്ന സ്ഥലത്തൂടെയാണ് പോകേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വഴി തെറ്റും. മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ വേണ്ട, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും ഒരു 3/4 ഭാഗം എത്തി. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച പറഞ്ഞാൽ അടിപൊളിയാണ്. വാഗമൺ കുരിശുമല ആ ഏരിയ എല്ലാം ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാം. ഏതാണ്ട് ഒരേ പൊക്കത്തിലാണ്. നമ്മൾ വാഗമൺ കുരിശുമല നിൽക്കുന്ന നമ്മുടെ നേരെ ഫ്രണ്ടിലാണ് വാഗമൺ കുരിശുമല. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതാണ് ആ കെട്ടിടം കണ്ടോ. അവിടെ ഒരു കെട്ടിടം നിങ്ങൾക്ക് ക്യാമറയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് വാഗമൺ കുരിശുമല. ആ കാണുന്നതൊക്കെ വാഗമൺ മലനിരകളാണ്. ആ കാണുന്നതല്ല. ശരിക്കും സൺറൈസ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഇവിടെ കയറി വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത്രയും വെളുപ്പിനെ നമ്മളിപ്പോൾ ഇത്രയും വെളുപ്പിനെ പോന്നിട്ട് പോലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്ര സമയമായി. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മുന്നോട്ടാണ് പോകാനുള്ളത്. ഇനി അതിലൂടെ വേണം പോകാനായിട്ട്. അവിടെയാണ് ആ പാറ ഉള്ളതുകൊണ്ട് അവിടെയാണ് ആ പാറ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. വഴി ഉണ്ടാക്കി വേണം പോകാൻ. പോകാം ജോസഫേ. യെസ്. ഈ വരുന്നവർക്ക് വേണ്ടി ഒരു ഉപദേശം വേണേൽ പറയാം. ഈ വെള്ളം കണ്ടെടുത്തുന്ന ഫ്രണ്ടിലോട്ട് പോയിട്ട് കയറി വരും പരമാവധി വലത്തോട്ട് കയറി വരിക. അല്ലെങ്കിൽ നമ്മൾ ആ പാറ അങ്ങ് സൈഡിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ ബുദ്ധിമുട്ടും. ഒന്നുകിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് കയറി വരാം. ഇച്ചിരി വഴി കുറവാണ്. അതിപ്പോൾ ഏതിലേ പോയാലും വഴിയില്ല. അപ്പോൾ അതിലേക്ക് കയറി വന്ന് നേരെ പാറ ഇവിടെ വരാം. ഇനി മുന്നോട്ടുള്ള വഴിയെ കയറിയിട്ടാണ് വരുന്നതെങ്കിൽ പരമാവധി വലത്തേക്ക് തിരിഞ്ഞ് വരുവാണെങ്കിൽ ഇങ്ങോട്ടാത്താം. അല്ലെങ്കിൽ മുകളിൽ കയറിയിട്ട് ഇനി ഇതിലിങ്ങോട്ട് വരാൻ വഴിയില്ല. നമ്മൾ തന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ടാണല്ലോ പോകുന്നത്. അതെ, വഴിയില്ല. വഴി ഉണ്ടാക്കുകയാണ്. ഈ പോതപ്പുല്ല് പോലത്തെ പുല്ലാണ്. ഇതുകൊണ്ട് ഇതിനടിയിൽ കല്ലാണോ കുഴിയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. വരുന്ന വഴി കൊണ്ട് ഇത് കൂട്ടൊരു കമ്പ് നിങ്ങൾ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ കുത്തി നടക്കാൻ എളുപ്പമുണ്ട്. മുന്നിലുള്ള പോതപ്പുല്ല് വകഞ്ഞ് മാറ്റി നോക്കാനും കുഴിയാണോ കല്ലാണോ എന്നൊക്കെ അറിയാനും എളുപ്പമുണ്ട്. ഒരു വടി എന്തായാലും കയ്യിൽ കരുതിക്കോളൂ. അതുകൊണ്ട് അങ്ങനെ കുത്തി കയറി പോകാൻ എളുപ്പമാണ്. പോരരുത്. വെൽക്കം ടു മുതുവരം. ശരിക്കും ഇപ്പോൾ നമ്മൾ മുതുവരമലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളിത് ആ മുതുവരമലയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. വലിയ വെയിലൊന്നുമില്ല. സമയം ഒരു 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും വലിയ വെയിലൊന്നുമില്ല. അതുതന്നെ വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇത്രയും മുകളിൽ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലാണെങ്കിൽ പൊള്ളിപ്പോവും. ഇപ്പോൾ എന്തായാലും ചെറിയ മഞ്ഞുണ്ട് ചുറ്റുപാടുമൊക്കെ. മഞ്ഞല്ല, ദൂരക്കാഴ്ചകൾ അത്ര വിസിബിളല്ല. എന്നാലും കുഴപ്പമില്ല. ഫൈനലി നമ്മൾ അങ്ങനെ മുതുകോരമലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്.
ദൂരക്കാഴ്ചകൾ അത്ര ക്ലിയർ അല്ല, ഉണ്ട് ചെറിയ മഞ്ഞുണ്ട്. നമ്മൾ കയറി വന്ന വഴിയാണ്, അതുകൊണ്ട് അവിടെ ഒരു ടവറൊക്കെ കാണുന്നുണ്ട്. ആ ടവറിനൊക്കെ അപ്പുറത്തു നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത്. ഇതിലൂടെ ഇങ്ങനെ കയറി വന്ന് ഇതിലൂടെ ഇങ്ങനെ വട്ടം കറങ്ങി ഒരുപാട് കറങ്ങിയാണ് നമ്മൾ കയറി വന്നത്, അല്ലാതെ വരാൻ വേറെ വഴിയില്ല. ഉണ്ടോ, അതിലൂടെയൊക്കെയാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. ഒരുത്തനവിടെ വന്ന് മുതുകോരമ്മയുടെ മുകളിൽ കയറുന്ന ആരാണ്ട് വീഡിയോ കോൾ വിളിച്ച് കാണിക്കുന്നുണ്ട്. ആരെയാണോ എന്തോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. താഴേന്ന് ട്രക്ക് ചെയ്ത് കയറി വന്ന ക്ഷീണമൊക്കെ മാറി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്തിരിക്കുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റ്. ഇപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ആണ്, ഇപ്പോൾ സമയം ഒരു 8:30 ആകുന്നേ ഉള്ളൂ. നമ്മൾ അതിരാവിലെ തന്നെ അവിടെ നിന്ന് പോകുന്നായിരുന്നല്ലോ. അപ്പം കയറി വരുമ്പോൾ ഉള്ള ആ മടുപ്പ്, കയറി വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ, അതിൻ്റെയൊക്കെ ആ ക്ഷീണമൊക്കെ മാറുന്നത് ഇവിടെ കയറി ഇങ്ങനെ ഇരുന്ന് ആ കാറ്റ് കൊണ്ടൊന്ന് റിലാക്സ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ആ വേർപ്പൊക്കെ ഒന്ന് ഉണങ്ങി ആ കാറ്റടിച്ചിങ്ങനെ ഇരിക്കുമ്പം ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഞങ്ങളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നല്ല രസമാണ് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏർലി മോർണിംഗ് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ സൺറൈസ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ചായിരുന്നു. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫീലാണ്. താഴെ നിന്ന് കയറി വരുമ്പോൾ ആ പോത കൊണ്ട് കയ്യിലും കാലിലൊക്കെ ഉണ്ടായ മുറിവിലൊക്കെ ഇങ്ങനെ കാറ്റടിക്കും. ചെറിയൊരു നീറ്റിലോട് കൂടി ഇങ്ങനെ ഇരുന്ന കാറ്റടിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ ഇരിപ്പ്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 360 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും ഇതിനപ്പുറത്ത് വേറെ കുറച്ചുകൂടെ പൊക്കമുള്ള പ്രദേശമാണ്. അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് കയറി പോകാം, പക്ഷേ കയറിപ്പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴി എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, വഴി എന്ന് പറയുന്നില്ല. നമ്മൾ വഴി ഉണ്ടാക്കി വേണം കയറി വരാനായിട്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ മുകളിലേക്ക് അതിനപ്പുറത്തേക്ക് കയറി പോകുന്നില്ല. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ ഉള്ളത്. അതിനപ്പുറത്തേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ നമുക്ക്, ഈ 180 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ ആ ഒരു സൈഡിലെ വ്യൂ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കയറി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കരുതുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ രാവിലെ കാപ്പി വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കരുതുക. പിന്നെ കയറി വരുന്ന വഴിക്ക് ചെറിയൊരു ഉറവയുണ്ട്, പക്ഷേ അവിടുന്ന് എപ്പോഴും ഒന്നും വെള്ളം കാണണമെന്നില്ല. വേനലാകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റും. അപ്പോൾ ഭക്ഷണം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം, ആ ക്ഷീണമൊക്കെ മാറും. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് നമ്മൾ കൈപ്പള്ളി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോട്ടലുള്ളൂ, ഭക്ഷണം എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോൾ ഫുഡ് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങുക. ഇപ്പോൾ വന്നതിനെ കയറി വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. താഴേക്ക് ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോഴാണ് അത്ര ഈസി അല്ല. കാരണം ഒന്ന് കാലിൽ മസിൽ കയറും, എല്ലാവരെ കൊണ്ടൊന്നും അത്ര. പിന്നെ കയറി വരുമ്പോഴല്ലോ നമ്മളെ ഹെൽത്ത് കണ്ടീഷനോട് നോക്കിയിട്ട് കയറി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ് മുകളിലേക്കുള്ള കയറി വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് കുത്തനെയുള്ള കയറ്റമാണ്, വഴിയില്ല, കല്ല് കുഴി എല്ലാം ഉണ്ട്. ഈ പോതപ്പുല്ലാണല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിൽ കല്ലാണോ കുഴിയാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ശരിക്കും ഹെൽത്ത് കണ്ടീഷൻ നല്ല ഓക്കെ ആയിട്ടുള്ളവർ വരുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി പ്രായമായിട്ടുള്ളവർക്കോ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരോ ഒക്കെ കയറി വരുന്നത് റിസ്ക്കാണ്. എന്തായാലും ആ റിസ്ക് എടുത്ത് കയറി വന്നാൽ അതിന് വർത്തായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഏർലി മോർണിംഗ് വരാൻ നോക്കുക, ഏറ്റവും നല്ലത് അതായിരിക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കും. ഒന്നാമത്തെ കാര്യം, വെയിലായി കഴിയുമ്പോൾ തന്നെ ഒന്ന് കയറ്റം മടുപ്പാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിരാവിലെ വന്നാൽ ചൂട് കുറവായിരിക്കും. അത്യാവശ്യം നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു പോകാം.
അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 1/4 മണിക്കൂറായി. കുറേ നേരം നമ്മളിവിടെ ഇരുന്നു. നല്ല രസമായിരുന്നു. ഏർലി മോർണിംഗ് ആയിരുന്നുകൊണ്ട് തന്നെ വെയിലിൻ്റെ കാഠിന്യം അധികം ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും 8:30 ആയിട്ടുണ്ട്. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ആ പാറ ഉണ്ടോ, അതാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുന്നത്, അതിൻ്റെ തുഞ്ചത്ത് കയറി വന്നൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണാം. പക്ഷേ അത് അത്ര എന്താ പറയുന്നത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം അത് അതിൻ്റെ അവിടെ നേരെ താഴേക്കെന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കൊക്കയാണ്. ശരിക്കും ഒന്നാമത് നല്ല കാറ്റുണ്ട്. അപ്പം എങ്ങാനും കാലൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ അത്രയും റിസ്ക് എടുക്കണമെന്നുള്ള ഒന്നുകൂടെ ആലോചിക്കണം ഇവിടെ വരുന്നവർ. അപ്പോൾ അത്യാവശ്യം ഇവിടെ വന്ന് അല്ലാതെ തന്നെ ഇരിക്കാനും ചെറിയ പാറകളൊക്കെ ഉണ്ട്. അതിനൊക്കെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അല്ലാതെ അത്രയും വിളുമ്പത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മഴയൊക്കെ ഉള്ളപ്പോഴത്തെ കാര്യം പറയാൻ വേണ്ടല്ലോ, അത്രയും നല്ല തെന്നലായിരിക്കും. അപ്പോൾ എന്തായാലും സേഫായിട്ട് വരിക, സേഫായിട്ട് ഇറങ്ങി പോവുക. ആ പാറയുടെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കൊക്കയാണ്. ഇങ്ങനെ താഴേക്ക് പോയി പൊടി പോലും കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് അതിന് മുകളിൽ കയറി നിൽക്കാതിരിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നും ഭയങ്കര ഈസിയാണ് അവിടെ പോയി നിൽക്കാമെന്നൊക്കെ. പക്ഷേ എങ്ങാനും കാലൊന്ന് സ്ലിപ്പാവുകയോ കാറ്റടിക്കുമ്പോൾ ഒന്ന് മറിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് താഴ്ഭാഗത്തായിട്ട് വേറെ കുറേ പാറകളൊക്കെ ഇരിക്കുന്നുണ്ട്. ശരിക്കും അത് നല്ല അതിൻ്റെ എൻഡാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങോട്ടേക്ക് ഇതിൻ്റെ സൈഡും വഴി താഴെക്കൂടെ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ തോന്നും. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ട്, ഇവിടുന്ന് മുകളിലേക്കും ഒരു മലയാണ്. മലയെന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ മുകളിലേക്ക് കയറി പോകാം. പക്ഷേ അങ്ങോട്ട് കയറി പോകുന്നത് റിസ്ക്കാണ്. കാരണം നമ്മൾ കയറി വന്നതിനേക്കാളും ഒട്ടും തന്നെ വഴിയില്ല അങ്ങോട്ട് പോകാനായിട്ട്. ആരൊക്കെയോ അതിലൂടെ കയറി വന്നേക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി പോകുന്നില്ല. അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ എന്തായാലും മുതുകോരമലയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഈ കയറ്റം പോലെ തന്നെ അതിൻ്റെ ഇരട്ടി ബുദ്ധിമുട്ടാണ് തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ. കാലിന് മസിൽ കയറി കാലിൻ്റെ ഇടപാട് തീരും. കയറിപ്പോകാൻ നമുക്ക് പിന്നെ എളുപ്പമാണ്, പിടിച്ച് കൈയും കാലും ഒക്കെ പിടിച്ച് കയറി പോകും. പക്ഷേ ഇറക്കമെന്ന് പറയുന്നുള്ളൂ, തിരിച്ചിറക്കമാണ്. മല കയറി ട്രക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, തിരിച്ചിറങ്ങുമ്പോൾ രണ്ട് കാലിൻ്റെ തൈസിനുണ്ടാകുന്ന പിടുത്തമെന്ന് പറഞ്ഞാൽ മസിൽ കയറിയിട്ടുണ്ടെങ്കിൽ വൻ സീനാണ്. ഇത് കുത്തനെയുള്ള ഇറക്കമാണ് താനും. നമ്മളിപ്പോൾ എന്തായാലും വന്ന വഴി കൂടെ അല്ല തിരിച്ചിറങ്ങി പോകുന്നത്. വന്ന വഴി കുറച്ചുകൂടെ വലതുവശത്തോട്ട് മാറിയാണ്. വഴിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വഴി എങ്ങോട്ടാണ് ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ വനത്തിൽ കൂടെയുള്ള വഴിയിൽ നമ്മളിപ്പോൾ നടന്ന് കയറി പോകുന്ന ഈ വഴിയൊക്കെ സ്റ്റെപ്പുകളാണെങ്കിലോ, ഇപ്പോൾ തടി കൊണ്ടുള്ള സ്റ്റെപ്പുകൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്താണോ അങ്ങനെ ഉണ്ടാക്കിയിടാൻ പറ്റുവാണെങ്കിൽ, നടന്ന് കയറി പോകാനായിട്ടാണെങ്കിൽ ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടില്ലേ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൊക്കെ കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒന്നും അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല ഈ വഴിയിലൂടെ. ശരിക്കും സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ മുകളിൽ വരെ ഇങ്ങനെ നടന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടത്തില്ലേ. അപ്പോൾ നമ്മളെന്തായാലും മുകളിൽ നിന്ന് ട്രക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ കയറിപ്പോയ സമയത്ത് ഒരു ഉറവ കണ്ടില്ലായിരുന്നു. ജോസഫ് ഹോസൊക്കെ എടുത്തിട്ട് വെള്ളം വെച്ച സ്ഥലം, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇതുണ്ടോ, ഇവിടെയാണ്. അപ്പം നമ്മൾ പോയപ്പോൾ അതിലൂടെ ഇടത്തോട്ടുള്ള വഴികളെ കയറി കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ പോതപ്പുല്ലിൻ്റെ ഇടയ്ക്ക് എല്ലാ ഇടയ്ക്കൂടെ കയറിയാണ് നമ്മൾ പോയത്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നത് ഈ ഓസിൻ്റെ അവിടുന്ന് നേരെ മുകളിലേക്കുള്ള ഈ വഴിക്കൂടെ ഇതിലൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇറങ്ങി വന്നത് വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ ഇടത്തോട്ട് പോകുന്ന വഴിയേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സമയലാഭമുള്ളത് ഇതാണ്. ഇതിപ്പോൾ നേരെ മുതുകോരമലയുടെ ആ വ്യൂ പോയിൻ്റ് നേരെ ചുവട്ടിലേക്കാണ് ചെല്ലുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വളച്ച് ചുറ്റി ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇനി വരുമ്പോൾ ഇതിലൂടെ വരുന്ന ആൾക്കാർ ഈ ഇവിടെ ഉറവയുടെ വെള്ളം കിടക്കുന്നുണ്ടല്ലോ, അതാണ് അടയാളം. അപ്പോൾ അവിടുന്ന് നേരെ മുകളിലേക്ക് കയറി പോവുക, എളുപ്പം മുകളിൽ ചെല്ലുന്നതായിരിക്കും. അപ്പോൾ ഈ ഉറവയുള്ള വെള്ളത്തിൽ കൈയൊക്കെ കഴുകിയിട്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതിരാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം മുകളിൽ പോയി കഴിക്കാമെന്ന് വെച്ചായിരുന്നു. അപ്പം മുകളിൽ ചെന്നപ്പോൾ ഒന്നാമത് 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലായി. അപ്പോൾ എന്നാൽ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളമുള്ള സ്ഥലത്ത് പോയി കഴിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അത്രയും കയറിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് താഴേക്ക് പോകാം. ജോസഫ് എന്നാ ഭക്ഷണത്തിന്? നമ്മൾ അപ്പം മുട്ടക്കറിയാണ് മേടിച്ചത്. അപ്പം മുട്ടക്കറി 2 അപ്പം മതി എന്നൊക്കെ ഓർത്തത്. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ 3 എണ്ണം പോരെന്ന് തോന്നുന്നു. 3 എണ്ണം പോരാ തോന്നുന്നു. ആ നീ പറഞ്ഞ് 2 എണ്ണം മതി, ഞാൻ പറഞ്ഞ് 3 എണ്ണം മേടിച്ചേക്കാന്ന്. അപ്പം അത് പോരാ. ഇത്ര അധ്വാനമുള്ള കയറ്റമല്ലേ, അപ്പം വരുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ കയറിയിട്ട് ഇറങ്ങുമ്പോൾ അല്ലേ? അതെ, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പവും മുട്ടക്കറി. മുട്ട ഇടുന്നില്ല. മുട്ട ഇടുന്നില്ല? നീ മുട്ട ഇടണ്ട, ആ കൂട്ടിനകത്ത് മുട്ടയില്ലേ? താഴെ പോരുത്. ഓക്കെ, നീ ഞാൻ കരുത്ത് കളിക്കട്ടെ. ആ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറയിലേക്ക് ഒരു പുള്ളിപ്പുലി ഒരു കാട്ടുപന്നി ഒന്ന് നിൽക്കുന്നത് ആലോചിച്ച് നിൽക്കടാ. ഞാൻ കൊടുക്കില്ല. ആ നീ കൊടുക്കണ്ട, നിനക്കിട്ട് അവൻ തന്നോളൂ. എങ്ങനെയുണ്ടോ? ഇത് വൈബ്. അതിപ്പോൾ വിശന്ന് കുറവത്ത് ഇരിക്കുന്നതുകൊണ്ട് എന്നാ കിട്ടിയാലും അടിപൊളിയായിരിക്കും. മുട്ടക്കറിക്ക് ഇത്ര രുചി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴാണ് മനസ്സിലായതല്ലേ? ഇത് പൂഞ്ഞാറിന്ന് മേടിച്ച കേട്ടോ. ആ പൂഞ്ഞാറല്ല, കൈപ്പള്ളിന്നല്ലേ? അല്ല, പൂഞ്ഞാറിന്ന് തിരിയുന്ന വഴി, കൈപ്പള്ളിക്ക് തിരിയുന്ന വഴി. കൈപ്പള്ളിക്ക് തിരിയുന്ന വഴി. ആ നമ്മളാ ഹോട്ടലിൽ നിർത്തിയ വീഡിയോ ഞാൻ എടുത്തായിരുന്നു. പുതിയ ഹോട്ടൽ അല്ല അല്ലേ? ഇപ്പോൾ രാവിലെ വരുമ്പോൾ അവിടെ കട വന്നിട്ടുണ്ടായിരുന്നു. ആ 6:30 അപ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതി. പൊറോട്ട മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്ര ദൂരം കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നത്, അപ്പോഴത്തേനും അത് തണുത്ത് പോകും. വേറെ എന്തെങ്കിലും തണുത്ത് പോകുന്നത് മാത്രമല്ല, വയറ് കമ്പിക്കും ഭയങ്കരമായിട്ട്. ഏറ്റവും ഈ നടപ്പുള്ളപ്പം പൊറോട്ട ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊറോട്ട ഒഴിവാക്കി അപ്പോൾ ദോശയൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ അപ്പം ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടായിരുന്നു, പൊറോട്ടയും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പൊറോട്ട മേടിച്ചില്ല, അപ്പമാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും കാപ്പി കൂടി കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞു, അപ്പവും മുട്ടക്കറിയും കഴിച്ചു. 3 അപ്പമാണ് മേടിച്ചത്. 6 എണ്ണം ഉണ്ടായാലും കഴിച്ചതിനായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ വന്നപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നത് കണ്ടപ്പോൾ ആൾക്കാർ വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോകുകയാണോ എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഈ സാധനം ഇവിടുന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഇത് പൊതിഞ്ഞെടുത്തിട്ട് നമ്മളൊരു വേസ്റ്റ് കൂട്ടിനകത്ത് നമ്മുടെ ഒരു കൂടുണ്ട്. അപ്പോൾ ആ കൂടിനകത്ത് ഇട്ടിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു വേസ്റ്റ് ബിൻ കാണുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പർ കഷ്ണമോ പോലും നമ്മളിവിടെ ഇടുന്നില്ല. ജോസഫ് കഴിച്ചതും ഇവിടെ പേപ്പറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വേസ്റ്റ് ബിൻ കാണുന്നിടത്ത് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരും റെസ്പോൺസിബിൾ ട്രാവലർ ആവുക. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ മലിനമാക്കാതെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ വേസ്റ്റ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് നമ്മളത് ഒരു കൂടിനകത്താക്കി എവിടെയാണോ വേസ്റ്റ് ബിൻ കാണുന്നത് അവിടെ കൊണ്ടിടുക, നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് ഇടുക. ഇത്ര സ്ഥലങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന ഒരു പരിപാടി ചെയ്യരുത്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുതുകോരമല പോയിട്ട് തിരിച്ചിറങ്ങി വന്നു. രാവിലെ നമ്മൾ കയറിപ്പോയപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സ് കണ്ടായിരുന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൻ്റെ ടോയ്ലറ്റ് കം റെസ്റ്റിംഗ് പ്ലേസ് ആണ്. എന്തായാലും വർക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, പണിതിട്ടിട്ട് കുറേ നാളായെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം മൊത്തം പള്ള കയറി കിടക്കുകയാണ്. ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞ ലക്ഷണമില്ല, തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ കയറിപ്പോകുന്ന ആൾക്കാർക്ക് ഇതൊരു വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമായിരിക്കും. അപ്പം ഇതിനകത്ത് എനിക്ക് അകത്ത് കയറി നോക്കിയപ്പോൾ കാണാം 2 ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള റൂമുണ്ട്. അപ്പം കയറി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ആൾക്കാർക്ക് ചെറിയ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ നിലയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് മുകളിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി പോകുന്ന വഴികളുണ്ടല്ലോ, പലർക്കും വഴി തെറ്റിപ്പോകുന്നുണ്ട്. കാരണം ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വഴി നിലത്തുണ്ട്, പക്ഷെ ആ വഴി മൊത്തം ഇങ്ങനെ ഈ പുല്ലുകൾ വന്നിട്ട് പള്ളയും പുല്ലും എല്ലാം അവിടെ വന്നിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ പുല്ലുകൾ എങ്ങോട്ടാണ് നമുക്ക് കാല് വെച്ച് പോകേണ്ടതെന്നോ എങ്ങോട്ടാണ് വഴി തിരിഞ്ഞതെന്നോ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. അപ്പോൾ ആ പോകുന്ന വഴി, കൃത്യമായിട്ട് പോകേണ്ട വഴികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന് കീഴിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് മുതുകോരമല എന്ന് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവരൊരു വഴി ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ, അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്പികൾ സ്ഥാപിച്ച്, ഇരുമ്പ് കമ്പികളോ തടി വെച്ചാൽ ചിലപ്പോൾ പോകുമായിരിക്കും, അല്ലെങ്കിൽ ഇരുമ്പ് കമ്പികൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയിൽ കയറി പോകുന്ന റൂട്ട് ഏതാണെന്നൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കയറി പോകുന്ന ആൾക്കാർക്ക്, ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ജോസഫ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന വഴികൾ കയറി പോകാം എന്നുള്ള ആ ഒരു വഴി അറിയാവുന്നതുകൊണ്ടാണ് കയറി പോകാൻ പറ്റുക. അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് തിരിയേണ്ടത്, കാരണം പല സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴും തിരിവുകളുണ്ട്, അങ്ങോട്ടാണ് തിരിയേണ്ടത് ഇങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. അപ്പം ആ വഴി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത്, അതായത് ഇവിടെ വരെയൊക്കെയാണല്ലോ ഏകദേശം വണ്ടികൾ ഇപ്പം നിലവിൽ ഇവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ വരെയാണ്. അപ്പം ഇതിനോട് അടുത്തുള്ള സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹട്ടുകൾ, നമ്മൾ ഈ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുമായിരിക്കും. ഒന്ന് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീശപ്പുലിമല പോകുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ട്രെക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ചെന്നാൽ നമുക്ക് ഈ സൺറൈസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ ഒരു ക്യാമ്പ്, ഇവിടെ ഒരു സ്റ്റേ, അത്യാവശ്യം ഫുഡോട് കൂടി ഒരു സ്റ്റേ ഒക്കെ കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ജീപ്പിൽ മുകളിൽ വരെ കയറ്റിക്കൊണ്ട് പോയി
അവിടുന്ന് ട്രെക്ക് ചെയ്ത് സൺറൈസ് കാണാൻ പോവുകയാണെങ്കിൽ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. എന്തായാലും അതിൻ്റെ ആൾക്കാർ അതിനെക്കുറിച്ചുകൂടെയൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ സ്റ്റാർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.